ഹായ് സുഹൃത്തുക്കളെ, പലരും ആഗ്രഹിച്ച് ഒരു നാടൻ കിടാവിനെ വാങ്ങി വളർത്തി വലുതായി പ്രസവിച്ചു കഴിയുമ്പോൾ കറക്കാൻ പറ്റാതെ അതിനെ നിരാശയായി വിൽക്കുന്ന ഒരു സാഹചര്യം പലർക്കും ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് പ്രയോജനപ്പെടുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. മിക്കവാറും കടിഞ്ഞൂൽ പശുക്കൾ പ്രസവിച്ച് കഴിയുമ്പോൾ ചവിട്ടും തൊഴിയും ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ചെയ്യേണ്ടത് പശുവിനെ രണ്ട് സൈഡിലേക്കുമായിട്ട് കയറിട്ട് കെട്ടുക. കഴുത്തിൽ കയറിട്ട് രണ്ട് സൈഡിലേക്കുമായിട്ട് കെട്ടുക എന്നുള്ളതാണ് ആദ്യമേ ചെയ്യുന്നത്. അങ്ങനെ ചെയ്തതിന് ശേഷം ബലമുള്ള രണ്ട് കോലെടുത്ത് ഇങ്ങനെ രണ്ട് സൈഡിലേക്കുമായിട്ട് പശുവിനെ ലോക്ക് ചെയ്യുന്നു. അപ്പോൾ ഇത് ഒരു വി ഷേപ്പിലാണ്, അതുകൊണ്ട് ഇതിന് വി ലോക്ക് എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഇങ്ങനെ വി ഷേപ്പിൽ വരാവുന്ന രീതിയിൽ ലോക്ക് ചെയ്യുകയാണ് ആദ്യമേ ചെയ്യുന്നത്. രണ്ട് സൈഡിലും ഇത് ശരിക്കും ടൈറ്റ് ചെയ്ത് കെട്ടിവയ്ക്കുക. അപ്പോൾ പശുവിന് ഫ്രീ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അധികം മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കെട്ടിവെക്കുന്നത്. പശു നമ്മൾ കറക്കുമ്പോൾ ബെഗിളി പിടിച്ച് നമ്മുടെ ദേഹത്തേക്ക് വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വി ലോക്ക് എന്ന് പറയുന്ന ഒരു സംവിധാനം ചെയ്യുന്നത്. ഇത് ചെയ്തതിന് ശേഷം പശുവിന് നമ്മൾ ആദ്യമൊന്നും പാത്രത്തിലേക്ക് കറക്കാൻ ശ്രമിക്കരുത്. നേരെ കറന്ന് താഴേക്ക് തന്നെ പാല് കളയുക. അപ്പോൾ കറക്കുമ്പോൾ നമ്മുടെ കയ്യ് പശുവിൻ്റെ കാലിനോട് ചേർന്ന് തന്നെ ഇരിക്കാൻ ശ്രദ്ധിക്കണം. ഫ്രീ ആയിട്ട് കാലിരിക്കുമ്പോൾ കയ്യിലേക്ക് തൊഴിക്കാനുള്ളൊരു സാഹചര്യമുണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം കുറച്ച് പുറകോട്ട് നമുക്ക് തൊഴി കിട്ടാത്ത അത്ര അകലത്തിൽ ഇരുന്നിട്ടാണ് കറക്കാൻ ശ്രമിക്കേണ്ടത്. അപ്പോൾ കറക്കുമ്പോൾ എന്തായാലും തൊഴിക്കും എന്നുള്ള ഉറപ്പാണ്. അപ്പോൾ നമ്മൾ കറന്ന് ആ പാല് താഴേക്ക് കളയുക. കഴിയുമെങ്കിൽ കാമ്പിൽ നിന്ന് കൈ വിടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ കാലിനോട് ചേർത്ത് കൈ പിടിക്കുമ്പോൾ ഫ്രീ ആയിട്ട് കാല് പൊക്കി തൊഴിക്കാൻ സാധ്യതയില്ല. ഒരു 15 ദിവസം പ്രസവിച്ച് കഴിയുമ്പോൾ ഉള്ള ഒരു 15 ദിവസം വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. അപ്പോൾ ഈ 15 ദിവസം നമ്മളെങ്ങനെ ഇതിനെ പരിപാലിക്കുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും നമുക്ക് പിന്നീട് അത് ഇണങ്ങി കിട്ടുക. ഒരു കാരണവശാലും പാല് അകിടിൽ കെട്ടിക്കിടക്കാൻ ഇടവരരുത്. പശു പ്രസവിച്ച് കഴിയുമ്പോൾ തന്നെ കിടാവിനെ പശുവിൻ്റെ മുൻപിലേക്ക് പശുവിന് നക്കാവുന്ന രീതിയിൽ കിടാവിനെ നീക്കിയിട്ട് കൊടുക്കണം. അപ്പോൾ പശു കടിഞ്ഞൂലൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ അത് പെകിളി പിടിച്ച് ചിലപ്പോൾ നക്കില്ല, ചിലപ്പോൾ കിടാവിനെ തൊഴിച്ച് മാറ്റാൻ നോക്കും. അങ്ങനെയുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ അടുത്ത് ചെന്ന് അതിനെ തലോടി ആശ്വസിപ്പിച്ച് അങ്ങനെ കിടാവിനെ നക്കി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. പിന്നെ അത് നക്കി കിടാവ് എനിക്കുമ്പോൾ പയ്യെ അതിൻ്റെ അടുത്തേക്ക് വിടാൻ നോക്കുക. അപ്പോൾ ചില പശുക്കൾ കിടാവിനെ തൊഴിച്ച് മാറ്റാനായിട്ട് ശ്രമിക്കും. അപ്പോൾ അങ്ങനെ തൊഴിച്ച് മാറ്റാൻ ശ്രമിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പശു പ്രസവിക്കുന്ന സമയത്ത് കഠിനമായ വേദന അനുഭവിച്ചാണല്ലോ പ്രസവിക്കുന്നത്. അപ്പോൾ ഇത് ഈ കിടാവ് കാരണമാണ് അതിന് ഈ വേദന ഉണ്ടായിരുന്നുള്ള തോന്നലുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അങ്ങനെ തൊഴിച്ച് മാറ്റാൻ നോക്കുന്നത്. അപ്പോൾ നമ്മൾ പയ്യെ അതിൻ്റെ അടുത്തേക്ക് വിട്ട് കിടാവിനെ കിടാവിനെ കുടിപ്പിക്കണം. കിടാവിനെ കുടിപ്പിച്ച് കഴിഞ്ഞിട്ട് ചിലപ്പോൾ കിടാവിനെ കുടിപ്പിക്കുമ്പോൾ തൊഴിച്ച് മാറ്റുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ പയ്യെ അതിൻ്റെ വട്ടക്കയറയിലൊക്കെ പിടിച്ച് തലോടി ആശ്വസിപ്പിച്ച് ഒക്കെ നോക്കുക. അപ്പോൾ കിടാവ് കുടിച്ച് കഴിഞ്ഞ് ബാക്കി പാലുണ്ടെങ്കിൽ അത് അപ്പം തന്നെ കറന്ന് കളയണം. പിന്നെ വീണ്ടും പാല് മെത്തുന്നത് നോക്കിയിട്ട് ആ പാല് വലിച്ച് കളയണം. വലിച്ച് കളഞ്ഞില്ലെങ്കിൽ അകിടിൽ നീര് വെച്ചിട്ട് വീണ്ടും അതിന് വേദന എടുക്കുകയും നമ്മൾ പിന്നെ കറക്കാൻ ചെല്ലുമ്പോൾ ഈ വേദന നാടൻ പശുക്കളെ സംബന്ധിച്ച് വളരെ സെൻസിറ്റീവായിട്ടുള്ള പശുക്കളാണ്. അപ്പോൾ ചെറിയൊരു വേദന പോലും അവയ്ക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ വേദന വന്നു കഴിഞ്ഞാൽ തൊഴിക്കും. അപ്പോൾ അകിടിൽ നീരൊക്കെ വെച്ച് കഴിയുമ്പോൾ വീണ്ടും വേദന വരും. അപ്പോൾ വീണ്ടും തൊഴി വരും. അങ്ങനെ ഉണ്ടാവാതിരിക്കാനാണ് ഈ പാല് കറന്ന് കളയണമെന്ന് പറയുന്നത്. വീടിനടുത്ത് കുളമോ അല്ലെങ്കിൽ തോടോ അങ്ങനെയൊക്കെ വെള്ളമുള്ള സ്ഥലത്ത് അങ്ങനെ സൗകര്യമുള്ളവർക്ക് അവിടെ ഇറക്കി ഇരുത്തി വലിച്ചു കളഞ്ഞാൽ ഒരു പരിധി വരെ വെള്ളത്തിൽ ഇറക്കി ഇരുത്തി കറക്കുമ്പോൾ അത്ര തൊഴി കിട്ടാൻ സാധ്യത കുറവാണ്. പിന്നെ ഒരാൾ കഴുത്തെ പിടിക്കുക, മറ്റേ ആൾ കറക്കുക, അങ്ങനെ വലിച്ച് എന്തായാലും പാല് ഒരു കാരണവശാലും അകിടിൽ കെട്ടി നിൽക്കരുത്. അങ്ങനെ ഒരു 15 ദിവസത്തേക്ക് ഒരാഴ്ച കഴിഞ്ഞ് 10 ദിവസമൊക്കെ കഴിഞ്ഞ് പാല് നമുക്ക് ഉപയോഗിക്കാം.
അപ്പോൾ എങ്കിൽ പോലും ആ അകിടിൽ ഒത്തിരി പാലും എത്തി നിൽക്കാത്ത രീതിയിൽ ആ ഗ്യാപ്പിൽ കിടാവിനെ കുടിപ്പിക്കുകയോ അല്ലെങ്കിൽ കറന്നെടുക്കുകയോ അങ്ങനെ ചെയ്യണം. അങ്ങനെ ചെയ്ത് അതിനെ ശീലമാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ പ്രയോജനകരമായ രീതിയിൽ ഒരു ശല്യവുമില്ലാതെ കറക്കാൻ സാധിക്കും. ഇപ്പോൾ ഈ നിൽക്കുന്ന പശു ഒരു പ്രശ്നമില്ലാത്തതാണ്. അപ്പോൾ ഇനി ഇതുപോലെ എന്തെങ്കിലും പ്രശ്നമുള്ള ഒരു പശു വരികയാണെങ്കിൽ ആ സമയത്ത് ഇതിൻ്റെ ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തരാം. നമ്മുടെ കറക്കാൻ ചെല്ലുമ്പോൾ ചില പശുക്കൾ മൂക്കേറയിലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ വീഴാനുള്ള ശ്രമം നടത്തും, അല്ലെങ്കിൽ വീണ്ടും അതിന് അന്നേരം വേദന എടുക്കും മൂക്കേറെ പിടിക്കുമ്പോൾ. അപ്പോൾ ആ സമയത്ത് വേദന വീണ്ടും വരുമ്പോൾ വീണ്ടും ബഹളം കൂട്ടും. ചിലത് മൂക്കേറെ പിടിക്കുമ്പോൾ ചിലപ്പോൾ തൊഴിക്കാതെ നിൽക്കാം. എന്നാലും നമ്മളിത് ഈ വേദന വരുന്നതുകൊണ്ടാണ് കൂടുതലായിട്ടും ഈ ഇങ്ങനെ തൊഴിക്കാനും ഒക്കെയുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഇത് ലോക്ക് ചെയ്യുന്ന രീതി കാണിച്ചു തരാം. രണ്ട് സൈഡിലും കോല് വെക്കുന്നു. അപ്പോൾ പശുവിൻ്റെ ഏതാണ്ട് ഹൈറ്റിൻ്റെ ഒരു 3/4 ഭാഗത്ത് വരാവുന്ന രീതിയിൽ ആണ് ഈ കോല് ക്രമീകരിച്ചിരിക്കുന്നത്. പശു അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നമ്മുടെ ദേഹത്തേക്ക് പശു വരരുത്. നമ്മുടെ ദേഹത്തേക്ക് പശു വന്നു കഴിയുമ്പോൾ എന്തായാലും ആദ്യമേ പശു കറക്കാൻ ശ്രമിക്കുമ്പോൾ ബഹളമുള്ള പശുക്കളോ ചവിട്ടും തൊഴിയുള്ള പശുക്കളോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യും. അപ്പോൾ നമ്മുടെ ദേഹത്തേക്ക് ഒരു കാരണവശാലും വരരുത്. അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. മാത്രമല്ല തൊഴിക്കുകയാണെങ്കിൽ നമ്മൾ കൈ കാലിനോട് ചേർത്ത് കാമ്പിലേക്ക് പിടിച്ചു വലിക്കുക. നമ്മൾ ഇരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള കാമ്പിൽ പിടിച്ച് വലിക്കുമ്പോൾ ആ സൈഡിലുള്ള കാലാണ് തൊഴിക്കണം. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പുറത്തെ സൈഡിൽ കറക്കുമ്പോൾ അപ്പോൾ പ്രശ്നമില്ല. അങ്ങനെ സൈഡിൽ തൊഴിച്ചാലും നമ്മൾ കേൾക്കില്ല. നമ്മൾ ഇരിക്കുന്ന സൈഡിൽ തൊഴിക്കുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ കൈ കാലിനോട് ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ അതിന് ഫ്രീ ആയിട്ട് തൊഴിക്കാനുള്ള ഒരു ഇത് കിട്ടില്ല. അപ്പോൾ അത്ര ബലത്തിൽ കിട്ടില്ല. അപ്പോൾ അതുപോലെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ വീഡിയോ ഉപയോഗിച്ച് നിങ്ങൾ ഒന്ന് ശ്രമിച്ച് നോക്കുക. താങ്ക് യു.